ഗുരുതര ലൈംഗികാരോപണം പുറത്തുവന്ന് പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടും പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിന് കോൺഗ്രസിൽ രക്ഷാകവചം ഒരുക്കിയിരുന്ന വിഷ്ണുനാഥ് ഷാഫി കോമ്പിനേഷന് കനത്ത തിരിച്ചടിയാണ് പുതിയ സംഭവവികാസങ്ങൾ നൽകുന്നത്. നിലമ്പൂർ വിജയത്തിന് പിന്നാലെയാണ് രാഹുലിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് സ്വഭാവദൂഷ്യ പരാമർശങ്ങളും ലൈംഗിക അപവാദങ്ങളും ഉയർന്നത്. ഔദ്യോഗിക പരാതിക്ക് മുമ്പ് തന്നെ ധാർമ്മികതയുടെ പേരിൽ രാഹുലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരുന്നു. രാഹുലിനെതിരെ ഇത്തരമൊരു കടുത്ത നടപടി സ്വീകരിച്ചത് ഏകകണ്ഠമായിരുന്നു. എങ്കിലും വർക്കിംഗ് പ്രസിഡന്റായിരുന്ന PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും ഈ തീരുമാനത്തോട് പൂർണ്ണമായി യോജിച്ചിരുന്നില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ കടുംപിടുത്തം കാരണമാണ് രാഹുലിനെതിരെ ഇത്ര കടുത്ത നടപടി സ്വീകരിച്ചതെന്ന് ഈ ക്യാമ്പ് വ്യാപകമായി പ്രചരിപ്പിച്ചു. KPCC നടപടിയെ പിന്തുണച്ച രമേശ് ചെന്നിത്തലയ്ക്കും സതീശനുമെതിരെ കടുത്ത സൈബർ ആക്രമണം അയച്ചുവിട്ടതും ഇവരുടെ പിന്തുണയോടെ നടന്ന കാര്യമാണെന്ന് വ്യക്തമായതാണ് പുതിയ പ്രശ്നങ്ങൾക്ക് കാരണം. ചില ഓൺലൈൻ മാധ്യമങ്ങളെ വില കൊടുത്തായിരുന്നു ഈ സൈബർ അറ്റാക്ക്. നിയമസഭാ സമ്മേളനത്തിൽ നിന്ന് രാഹുൽ വിട്ടുനിൽക്കണമെന്ന് പാർട്ടി അനൗപചാരികമായി ആവശ്യപ്പെട്ടെങ്കിലും ഈ ധാരണ തെറ്റിച്ച് പാലക്കാട് MLA സഭയിലെത്തിയത് പ്രതിപക്ഷ നേതാവിനെ ചൊടിപ്പിച്ചിരുന്നു. ഈ നീക്കത്തിന് വിഷ്ണു ഷാഫി അഥവാ VS സംഘത്തിന്റെ പിന്തുണയുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനോടൊപ്പമാണ് രാഹുൽ നിയമസഭയിലെത്തിയത്. പാർട്ടി സസ്പെൻഡ് ചെയ്ത ഒരാൾക്ക് അകമ്പടി സേവിക്കാനുള്ള ധൈര്യം സജീറിന് നൽകിയത് ഇവർ ഇരുവരുമാണെന്നാണ് ആരോപണം ഉയർന്നിരുന്നത്. പാലക്കാട് നിർണായക സ്വാധീനമുള്ള ഷാഫി പറമ്പിലിന്റെ ഒത്താശയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയോജക മണ്ഡലത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം സജീവമായത്. പാർട്ടിയിലെ ഒരു വിഭാഗം ആൾക്കാർ പരസ്യ പിന്തുണ നൽകിയതും ഷാഫിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റായിരുന്ന വിഷ്ണുനാഥിനും ഷാഫിക്കും ഇപ്പോഴും സംഘടനയ്ക്കുള്ളിൽ നിർണായക സ്വാധീനമുണ്ട്. ഈ സ്വാധീനം ഉപയോഗിച്ചാണ് ഇവർ പുതിയ സംഘത്തിന് രൂപം കൊടുത്തത്. KPCC പ്രസിഡന്റ് എന്ന നിലയിൽ സണ്ണി ജോസഫ് തീർത്തും ദുർബലനായ സാഹചര്യത്തിൽ പാർട്ടിയുടെ ദൈനംദിന കാര്യങ്ങൾ ഒരു അളവോളം നിയന്ത്രിക്കുന്നത് വർക്കിംഗ് പ്രസിഡന്റുമാരായ വിഷ്ണുവും ഷാഫിയും ചേർന്നാണ്. പഴയ ഗ്രൂപ്പ് നേതാക്കൾ എന്ന ലേബലിന് പുറമെ ഉമ്മൻചാണ്ടിയുടെ അറിയപ്പെടുന്ന കാലാൾപ്പടയാളികളും ആയിരുന്നു ഇരുവരും. പാർട്ടിയിലെ ഇവരുടെ സ്വാധീനം ഉപയോഗിച്ച് തന്നെ രാഹുലിന്റെ അടുപ്പക്കാരായ പലർക്കും പത്തനംതിട്ട ജില്ലയിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ സീറ്റ് തരപ്പെടുത്തി കൊടുത്തതും വിവാദമായിരുന്നു. ഒരു പരാതി പോലുമില്ലാതെ മാങ്കൂട്ടത്തിനെതിരെ നടപടി സ്വീകരിച്ച മുതിർന്ന നേതാക്കൾക്കെതിരെ സൈബർ ഇടങ്ങളിലെ യുദ്ധപ്രഖ്യാപനത്തിന്റെ പിന്നിൽ PS ഗ്രൂപ്പിന്റെ പരോക്ഷ പിന്തുണ ഉണ്ടെന്നാണ് പരസ്യമായ രഹസ്യം. കോൺഗ്രസിലെ പരമ്പരാഗത ഗ്രൂപ്പുകളുടെ സ്വഭാവത്തിലേക്ക് വന്നിട്ടില്ലെങ്കിലും ഒരേ ലക്ഷ്യത്തിനായി ഒന്നിച്ചവരുടെ കൂട്ടായ്മയാണ് വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഈ സംഘം. അങ്ങനെ നോക്കിയാൽ ആദ്യമായാണ് പാർട്ടിയിൽ രണ്ടക്ഷരം ഗ്രൂപ്പ് ഉണ്ടാകുന്നതെന്ന് പറയാം. പഴയ AI ഗ്രൂപ്പുകളിൽപ്പെട്ട ചെറുപ്പക്കാരുടെ സംഘങ്ങളാണ് ഇതിലുള്ളത്. VS ഗ്രൂപ്പ് എന്ന ഈ ഡബിൾ എഞ്ചിൻ സംഘത്തിന്റെ നീക്കങ്ങൾ നേതൃത്വത്തിലാകെ ആശങ്കയും അതൃപ്തിയും സൃഷ്ടിച്ചിരുന്നു. ഏതായാലും രാഹുലിന്റെ വീഴ്ചയോടെ ഈ ഗ്രൂപ്പിന്റെ കാര്യം പരുങ്ങലിലായി. ഗ്രൂപ്പ് പ്രൊമോട്ടർമാർക്ക് നിലവിലെ ദൗത്യത്തിൽ നിന്ന് തൽക്കാലത്തേക്കെങ്കിലും വോളണ്ടറി റിട്ടയർമെന്റ് എടുക്കേണ്ടിയും വരും. ഏതായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് കളം മുറുകി നിൽക്കെ, അതോടൊപ്പം തന്നെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും അടക്കമുള്ള വിവാദങ്ങൾ കത്തി നിൽക്കെ CPM-നും LDF-നും ഒരായുധമാണ് രാഹുൽ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തിരക്കിട്ട നീക്കങ്ങളാണ് രാഹുലിന്റെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷവും അറസ്റ്റും തുടർ നടപടികളും ഉണ്ടായി വ്യാപകമായി കേരളത്തിൽ ഒട്ടാകെ ചർച്ച നടത്താനുള്ള നീക്കങ്ങളും അല്ലെങ്കിൽ ചർച്ചയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങളുമാണ് ഇപ്പോൾ LDF കേന്ദ്രങ്ങളിൽ നടക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ വിഷയം കൂടുതൽ വാശിയേറിയ ചർച്ചയിലേക്കും വിവാദങ്ങളിലേക്കും കളം ഒരുക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്.